2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. മാളികാമുകളേറിയ മന്നന്റെ തൊളി മാറാപ്പു കേറ്റുന്നതും ഭവാൻ. അല്ലാഹു തആല ഇവിടെ എല്ലാം കാണിച്ചു തരാൻ അല്ലേ? ആരൊക്കെ കുത്തുപാളെടുത്തത്? സാധാരണ ജീവിച്ചൊരു മനുഷ്യരെ അന്നം കിട്ടാതെ വിഷമിച്ച കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. പിന്നെ ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ വൻകിട ബിസിനസ് സാമ്രാജ്യത്തിന്റെ സാമ്രാട്ടുകള് ഒന്നുമില്ലാതെ നിക്കക്കള്ളിയില്ലാതെ നിലനിൽക്കുന്ന നിസ്സഹായമായ അവരുടെ ഒരു അവസ്ഥയെ ദയനീയമായിട്ട് മാധ്യമങ്ങൾ എല്ലാവരുടെ മുമ്പിലേക്ക് തുറന്നു കാണിച്ചു. നമ്മളതൊക്കെ ഉൾക്കൊണ്ടു, അതൊക്കെ മനസ്സിലാക്കി. അപ്പോഴാണ് കുറെ ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ വിചാരിച്ചു കോവിഡ് ഒക്കെ വന്ന സമയത്ത് ആൾക്കാര് ഇനി പൈസയും മുക്കാലും കിട്ടാക്കനിയാണ്, ഭക്ഷണത്തിന് പോലും തെണ്ടേണ്ട ഒരു അവസ്ഥ വന്നു. ഇനി 10 ഉറുപ്പ്യ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഇറങ്ങൂല എന്ന് തെറ്റിദ്ധരിച്ച സ്ഥലങ്ങളിൽ നിന്ന് മാറി ലോകത്ത് എന്താ സംഭവിച്ചത്? എല്ലാവരും വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി, യാത്രകൾ ഇഷ്ടം പോലെ പോകാൻ തുടങ്ങി, സാധുക്കളെ ഇഷ്ടം പോലെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി, ഉള്ളത് പാവങ്ങൾക്ക് പകുത്തു നൽകാൻ തുടങ്ങി. കാരണം കോവിഡ് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത് ഈ ഭൂമിയിൽ അസ്ഥിരതയാണ് ഉള്ളത്. ശ്രീ ഭൂവിൽ അസ്ഥിര അസംശയം ഇന്നു നിന്റെ യാഭൂതി എങ്ങു പുനരങ്ങു കിടപ്പിതോർത്താൽ. അതൊരു ഭൂവിന് മാത്രമുള്ള അവസ്ഥയല്ല, ലോകത്തെ എല്ലാ കുസുമങ്ങൾക്കുള്ള അവസ്ഥയാണ്. ശ്രീ എന്ന വാക്കിന്റെ അർത്ഥം ഐശ്വര്യം. ശ്രീ ഭൂവിൽ അസ്ഥിര. ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ കൂടെ ഭൂമിയിൽ സ്ഥിരമല്ല. ശ്രീഭൂവിൽ അസ്ഥിര അസംശയമിന്നു നിന്റെ ആഭൂതി അങ്ങോ പുനരങ്ങു കിടപ്പിതോർത്താൽ. അത് കുമാരനാശാൻ ഒരു പൂവിനോട് പറയാൻ കാരണം ആ പൂവ് ഇന്നലെ വളരെ ശോഭിച്ചിരുന്ന, എല്ലാവരും അസൂയ വെച്ച ആ പൂവിനെ പോലെ ഒരു കാന്തി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോയതാണ്. നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച് അസൂയ വെച്ച പൂവാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ അതുവഴി പോകുമ്പോ